സ്വാഗതം. ദ എയ്ഡം റിസാല അപ്ഡേറ്റ് ഇൻറ്ററാക്ഷൻസിലേക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉത്തർപ്രദേശിനെ കുറിച്ചാണ്. ഉത്തർപ്രദേശിൽ ഒരു സമ്പലിൽ മറ്റൊരു പള്ളിക്ക് മേൽ അവകാശവാദം ഹിന്ദുത്വവാദികൾ ഉന്നയിക്കുകയും അതിന്മേൽ വളരെ പെട്ടെന്ന് തന്നെ സർവേ നടത്താനുള്ള ഉത്തരവ് അവിടുത്തെ ജില്ലാ കോടതി നൽകുകയും ചെയ്തു. സർവേ ഉത്തരവിട്ട് മണിക്കൂറുകൾക്കകം സർവേ നടത്താൻ ആളുകളെത്തി. അവർ തിരിച്ചുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നു. അപ്പോൾ അവിടെ ഒരു പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തിന് നേർക്ക് പോലീസ് വെടിവെപ്പുണ്ടായി. 4-5 പേർ മരിച്ചു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതിഷേധക്കാർ തന്നെയാണ് വെടിയുതിർത്തത് എന്ന വാദവുമായിട്ട് പോലീസ് വരുന്നു. അവിടെ ആസൂത്രിതമായ സംഘർഷമുണ്ടാക്കാൻ ആ പ്രദേശത്തെ മുസ്ലിങ്ങൾ ശ്രമിച്ചു എന്ന ആക്ഷേപം ഉണ്ടാകുന്നു. അവർക്കെതിരെ കേസെടുക്കുന്നു. അവിടുത്തെ MP-യും സമാജ്വാദി പാർട്ടി നേതാവുമായ വ്യക്തി, അവിടുത്തെ MLA രണ്ടുപേരും മുസ്ലിം സമുദായക്കാരാണ്. ഇവരടക്കം 10-25 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ചുരുക്കത്തിലിപ്പോൾ ആ പ്രദേശത്ത് അധിവസിക്കുന്ന മുസ്ലിങ്ങളാണ് സകല കുഴപ്പങ്ങൾക്കും കാരണം എന്നുള്ള മട്ടിലാണ് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത്. ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ദ എയ്ഡത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററും രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയറായ മാധ്യമപ്രവർത്തകരിൽ ഒരാളുമായ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. ഉത്തർപ്രദേശിൽ അങ്ങുമിങ്ങും ദീർഘമായി സഞ്ചരിക്കുകയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ദൃക്സാക്ഷിയാവുകയും ഒക്കെ ചെയ്ത സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ. ഈ സമ്പലിൽ ഇപ്പോൾ സംഭവിക്കുന്നത്, ഇപ്പോൾ കാശിയിലും ഗ്യാൻവാപ്പി മസ്ജിദിലും അല്ലെങ്കിൽ മധുരയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു ഹർജി കൊണ്ടു കൊടുക്കുന്നു. ആ ഹർജി ഉടനെ കോടതി സ്വീകരിച്ചിട്ട് ഒരു സർവേക്ക് ഉത്തരവിടുന്നു. സമാനമായൊരു സംഭവത്തിൻ്റെ ആവർത്തനം സമ്പലിലും നടക്കുന്നു. പക്ഷേ ഇതിങ്ങനെ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു പ്രതികരണം അപ്പുറത്തുനിന്നുണ്ടാകുന്നു. ഇത് തന്നെയാണോ അവിടെ ഉണ്ടായത്? കൃത്യമായിട്ടും ഒരു പാറ്റേണിൽ നടക്കുകയാണ്. അതായത് അയോധ്യ, കാശി, മഥുരയിൽ പൂർണ്ണമായിട്ടും അത് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ എല്ലായിടത്തും കോടതി ഇടപെടുന്നു. കോടതിയെ ഒരു ഉപകരണമാക്കി മാറ്റുന്നു. കോടതിയിൽ വരുന്ന കോടതിയുടെ നീക്കങ്ങളും വളരെ അത്ഭുതകരമാണ്. ഉദാഹരണത്തിന് ഗ്യാൻവാപ്പിയിൽ സംഭവിച്ചത്, കോടതി ഉത്തരവ് വന്ന് ഇതേപോലെ ഇപ്പൊ സമ്പൽ നടന്നതുപോലെ തന്നെ ഉത്തരവ് വന്നിട്ട് 6 മണിക്കൂറിനകം ഗ്യാൻവാപ്പി പള്ളിക്കകത്തുള്ള ഒരു അറയിൽ കയറി അവിടെ ഹിന്ദുത്വ പൂജ ആരംഭിക്കുന്നു. ആ പൂജയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് വാരണാസിയുടെ കമ്മീഷണറായിട്ടുള്ള IAS ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ആ രീതിയിൽ തന്നെയുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ സമ്പലിൽ നമ്മൾ കാണുന്നത്. എക്സാക്ട്ലി ദ സെയിം പാറ്റേൺ. പിന്നെ അയോധ്യയുടെ കാര്യത്തിൽ നിന്ന് നമുക്കറിയാം, അയോധ്യയിൽ എങ്ങനെയാണ് ഒരു വിധിന്യായത്തിൽ നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് എഴുതിയ, ദൈവത്തിന്റെ സഹായത്തോടെ അദ്ദേഹം എഴുതി എന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞ ആ വിധിന്യായത്തിൽ എങ്ങനെ വിധിന്യായത്തിന്റെ വിസ്താരത്തിൽ പറഞ്ഞിട്ടുള്ള, കോടതി തന്നെ പറഞ്ഞിട്ടുള്ള 2 ക്രിമിനൽ നടപടികൾക്ക് കാരണക്കാരായിട്ടുള്ള ഹിന്ദുത്വവാദികളെ, അതായത് 49-ൽ പള്ളിക്കകത്ത് വിഗ്രഹങ്ങൾ ഒളിപ്പിച്ചു കടത്തിയതും 92 ഡിസംബറിൽ പള്ളി പൊളിച്ചതും, ഇത് രണ്ടും നടത്തിയത് ഹിന്ദുത്വവാദികളാണെന്ന കോടതി വിധിയുടെ വിസ്താരത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം വിധി വന്നപ്പോ അത് രണ്ടും ക്രിമിനൽ കുറ്റമാണെന്നും കോടതി അടിവരയിടുന്നുണ്ട്. എന്നിട്ട് ആ സ്ഥലം എങ്ങനെ ഹിന്ദുത്വ പക്ഷത്തിന് കൊടുത്തുവോ അതേ പാറ്റേൺ ഇതിപ്പോ സമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാജ്വാദി പാർട്ടി, മുസ്ലിങ്ങൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ യാദവ സമൂഹത്തിന്, അതായത് സമാജ്വാദി പാർട്ടിയുടെ മുഖ്യ ഹിന്ദു പിന്തുണാ സ്രോതസ്സായിട്ടുള്ള യാദവന്മാർക്കും വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ ഇങ്ങനൊരു പ്രശ്നമുണ്ടാക്കി ഈ രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ ആസൂത്രിതമായിട്ട് നടന്നത്. പ്രത്യേകിച്ചും ഇത് ഈ 9 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നതിന്റെ തൊട്ടു പിറകെ അവിടെയും മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതുപോലെയുള്ള അവിശ്വസനീയമായിട്ടുള്ള വിധി ഉണ്ടായിട്ടുള്ള 2 മണ്ഡലങ്ങളുണ്ട്. ഈ 9 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ BJPക്ക് മേൽക്കൈ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ. പക്ഷെ 4 മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിക്ക് മേൽക്കൈ ഉണ്ടായിരുന്നു എന്നുള്ളത് പൊതുവിൽ അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം കണ്ടെത്തിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ 2 സീറ്റ് മാത്രമാണ് സമാജ്വാദി പാർട്ടിക്ക് കിട്ടുന്നത്. 7 സീറ്റ് BJP തൂത്തുവാരുന്ന സ്ഥിതിയിലാണ്. അതിലെ ഈ കൊണ്ടർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മണ്ഡലം, 65% കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലത്തിൽ അത്ഭുതകരമായി 11 മുസ്ലിം സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് BJPയുടെ ഹിന്ദു സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു വിചിത്രമായ കാഴ്ച ഈ കുണ്ടർക്കിയിൽ കാണുകയുണ്ടായി. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിപ്പോ സമാജ്വാദി പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ഈ കുണ്ടർക്കിയിൽ നടന്നിട്ടുള്ള വളരെ പ്രത്യക്ഷമായിട്ടുള്ള റിഗിങ്, അതിനെ ആ വിഷയം ചർച്ചാ വിഷയം ആവാതിരിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് സമ്പലിലുള്ളത് എന്നുള്ള ഒരു വ്യാഖ്യാനവും കൂടിയുണ്ട്. എന്തായാലും പാറ്റേൺ വളരെ കൃത്യമാണ്. അയോധ്യ, വാരണാസി, ഇപ്പൊ സമ്പൽ.
റൈറ്റ്. ഇതിൻ്റെ ഒരു സാഹചര്യം വളരെ പ്രധാനമാണല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാശിയിൽ ഗ്യാൻവാബി മസ്ജിദിൽ ഇതുപോലെ സർവേക്ക് ഉത്തരവിടുന്നു. അതിൻ്റെ തൊട്ട് പിറകെ അവിടെ ഉദ്യോഗസ്ഥരെത്തുന്നു. ആ ഉദ്യോഗസ്ഥരെത്തിയതിൻ്റെ തൊട്ട് പിറകെ അതിൻ്റെ ഒരു അറയ്ക്കുള്ളിൽ നിന്ന് വിഗ്രഹങ്ങൾ കണ്ടെത്തുന്നു. ഇതവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ സർവേ റിപ്പോർട്ട്, സർവേ നടപടി ഉത്തരവിട്ടത് ചോദ്യം ചെയ്തുകൊണ്ട് ഹയർ കോടതികളിലൊക്കെ പോകുമ്പോൾ അത് താഴേക്ക് വിടുന്നത്, അത് ജില്ലാ കോടതി തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് വിടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ സമ്പലിലും ഏതാണ്ട് സമാനമായ നടപടികൾ ആവർത്തിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് നേരത്തെ ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അത് കുറേ കൂടെ ഈ സംഘപരിവാർ സംഘടനകളുടെ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏതാണ്ട് എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളും കൂടെ ചേർന്ന് വെച്ചുകൊണ്ടുള്ള ഒരു പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷനായിട്ട് മാറിയിരിക്കുന്നു എന്ന് കാണണോ? അല്ല, ഇതിപ്പോ ഈ പാറ്റേണിനെ പറ്റിയിട്ട് ഞാനടക്കമുള്ള നിരീക്ഷകർ ലേഖനം എഴുതിയിട്ടുള്ളതാണ്. അതായത് ഇതിന്റെ ഒരു ട്രജക്ടറി, ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ഉത്തർപ്രദേശിലെ ട്രജക്ടറി, അയോധ്യ, കാശി തുടങ്ങി ഇപ്പൊ സമ്പൽ എത്തിക്കുന്ന ട്രജക്ടറിയിൽ ഒരു പുതിയ എലമെന്റ് വന്നിരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. നീതിന്യായ വ്യവസ്ഥയിലെ തീർച്ചയായിട്ടും ജുഡീഷ്യറിയെ പറ്റി നമുക്ക് ചോദ്യങ്ങൾ ഉയർത്താതെ പറ്റില്ല. സാധാരണഗതിയിൽ ജുഡീഷ്യറി എടുക്കുന്ന തീരുമാനങ്ങളെ നമ്മൾ പരസ്യമായി വിമർശിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷെ ഇതിൽ ഈ രണ്ട് കാര്യത്തിൽ, ഇപ്പൊ അയോധ്യ ആയാലും കാശി ആയാലും സമ്പല്ലായാലും, ഇത് കാശിയിലും സമ്പലിലും ഇത് വളരെ പ്രകടമായ രീതിയിൽ കാണും. ഈ കോടതി വിധി വരുന്നു, അതിന് തൊട്ട് മണിക്കൂറുകൾക്കകം തന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആക്ഷൻ എടുക്കുന്നു ഈ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി. സാധാരണ അതിൽ ഈ കോടതി വിധി അപ്പീൽ പോകാൻ വേണ്ടിയിട്ട് ഒരു സമയം കൊടുക്കേണ്ടതുണ്ട്. ഒരു 10 ദിവസ സമയമെങ്കിലും ഒരു കോടതി വിധി ഉണ്ടായാലും അപ്പീലിന് കൊടുക്കാനുണ്ട്. അത് ഈ കോടതിയിൽ ഈ വിധി കൊണ്ട് ബാധിക്കപ്പെട്ടുള്ള ആൾക്കാരുടെ നാച്ചുറൽ ജസ്റ്റിസ് ആണ്. ആ നാച്ചുറൽ ജസ്റ്റിസ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട് കോടതിയും ഉദ്യോഗസ്ഥ സമൂഹവും ഒന്നിച്ചു ചേർക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് കാണുമ്പോഴേ ഇപ്പോൾ ഇതിനകത്ത് ഈ ജില്ലാ കോടതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസ്ജിദ് കമ്മിറ്റിക്ക് ഒരു നോട്ടീസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനോട് എന്തെങ്കിലും വിശദീകരണം ചോദിക്കുകയോ ഇതൊന്നും ചോദിക്കാതെ തന്നെ നേരിട്ട് ഓർഡർ ഇട്ടു എന്നാണ് പറയുന്നത് സർവേക്ക്. അതായത് ഒരു നീതിന്യായ പ്രക്രിയയുടെ സാമാന്യം പോലെയുള്ള സാമാന്യ മനുഷ്യർക്കുള്ള അറിവുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഹർജി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൺസേൺഡായ പാർട്ടികൾക്ക് നോട്ടീസ് അയച്ചാൽ അവർക്ക് പറയാനുള്ളതുകൂടെ കേട്ടതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു സാമാന്യ നീതി എന്ന് പറയുന്ന ഒരു കാര്യം, അതുപോലും ഇതിൽ പാലിക്കപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകളിൽ കാണുന്നില്ല. അല്ല, അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ ഈ വാരണാസിയിലെ വിധിയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ വിധി വന്ന 6 മണിക്കൂർ കൊണ്ടാണ് ഇത് നടപ്പാക്കുന്നത്. ആ വിധിന്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതില് ഗ്യാൻവാബി പക്ഷത്തിന് ഈ അപ്പീൽ പോകാൻ വേണ്ടിയിട്ട് 7 ദിവസത്തെ സമയം കൊടുക്കണം എന്ന് മാത്രമല്ല, അവിടുത്തെ ഗ്രൗണ്ട് സിറ്റുവേഷൻ, അതായത് ഗ്യാൻവാബിക്കകത്തുള്ള അവിടുത്തെ ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി വ്യക്തമായ ഉത്തരവ് ജില്ലാ ഭരണകൂടത്തിന് നൽകിക്കൊണ്ടാണ് ആ ഗ്യാൻവാബിയിലെ വിധി ഉണ്ടാവുന്നത്. ഇവിടെയാണെങ്കിൽ ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല, ഇവരുടെ ക്ലെയിം എന്താണെന്ന് പരിശോധിച്ചിട്ടില്ല. ആ കൂടെ ഒരു പരാതിക്കാരന്റെ സംഭവം അത് അപ്ഹോൾഡ് ചെയ്യുന്നു, എന്നിട്ട് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആ കാര്യം അത് ശരിയായി എന്നുള്ള മട്ടിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുന്നു. തീർച്ചയായും ഈ ഒരു പുതിയ ഡയമെൻഷനാണ് ഇതിലുള്ളത്. ഇതില് കോടതി ഒരു പ്രധാനപ്പെട്ട ഒരു ഹിന്ദുത്വ ആയുധമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗ്യാൻവാബിയിൽ ആരാണോ ഹർജിക്കാർ അവർ തന്നെയാണ് സമ്പലിനെയും ഹർജിക്കാർ എന്നുള്ളൊരു ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. അതിനകത്തേക്ക് ഒന്നുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ 2013 മുസഫർ നഗർ കലാപങ്ങൾ, ആസൂത്രിതമായി സംഘടിപ്പിക്കപ്പെട്ട കലാപങ്ങൾ എങ്ങനെയാണ് യുടെ രാഷ്ട്രീയത്തെ മാറ്റിയത് എന്ന് നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ 43 സീറ്റുകളിലേക്ക് അവരെത്തുകയും 37 സീറ്റിലേക്ക് BJP താഴെ പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം എന്താ പറയുക, രാഷ്ട്രീയമായ മുതലെടുപ്പിന് കുറേക്കൂടെ തീവ്രമായ ശ്രമങ്ങൾ, കുറേക്കൂടെ തീവ്രമായ വർഗീയതയുടെ ഉപയോഗം വേണം. ബുൾഡോസർ ഉപയോഗിക്കുന്നതിനാണെങ്കിൽ തൽക്കാലം സുപ്രീം കോടതിയുടെ വിലക്കും വന്നു. അപ്പോൾ പുതിയ മാർഗ്ഗങ്ങൾ ആരായുന്നതിൻ്റെ കൂടെ ഭാഗമായിട്ടാണോ ഇത്തരം സംഗതികൾ ഉണ്ടാകുന്നത്? അതിൻ്റെ കൂടെ ബാക്കിയായിട്ടാണോ ഈ സമ്പലിൻ്റെ തുടർച്ചയായിട്ട് അവിടെ സംഘർഷം, വെടിവെപ്പ്, ആ വെടിവെപ്പിന് ഉത്തരവാദിത്വം തന്നെ ഈ പ്രതിഷേധിച്ച സംഘടനകളുടെയോ വ്യക്തികളുടെയോ പേരിലിടൽ, ഇതൊക്കെ മറ്റൊരു ലക്ഷ്യം മുൻനിർത്തിയുള്ള ആസൂത്രണം കൂടെ ഇതിൻ്റെ പുറകിലുണ്ടോ?
അല്ല, 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ BJP-യുടെയും സംഘപരിവാറിന്റെയും അകത്ത് കൃത്യമായിട്ടും ഈ ഒരു ധാരണ വന്നിരുന്നു. അതായത് 2024 BJP-ക്ക് ഉത്തർപ്രദേശിൽ തിരിച്ചടി ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്ന്, BJP-ക്ക് 400-ൽ പരം സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടനയെ കീഴ്മേൽ മറിക്കും, അത് കാരണം ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമുള്ള സംവരണം അടക്കമുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു പൊതുപ്രതീതി ഉണ്ടായിരുന്നു. അതോടൊപ്പം അഖിലേഷ് യാദവ് മുന്നോട്ട് വെച്ചിട്ടുള്ള പിച്ചട ദളിത് അല്പസംഖ്യക് എന്ന PDA എന്ന മുദ്രാവാക്യം, ഇത് ആണ് പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം ഈ ഫ്രീ ആയിട്ടുള്ള റേഷൻ, അതുപോലെ തന്നെ ആൾക്കാരുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കുന്ന സംഭവം, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭരണപരമായിട്ട് ജനങ്ങളുടെ അവരുടെ ദുരിതങ്ങൾ ഇല്ലാതെ ചെയ്യാൻ, പ്രത്യേകിച്ചും സാമ്പത്തികമായ ദുരിതങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തുണ്ടാവുന്നില്ല. ആ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരായിട്ടുള്ള വികാരമാണ് ആ തലത്തിൽ പ്രതിഫലിച്ചത്. അതായത് ഒന്ന്, ഭരണഘടനയ്ക്കുള്ള നേരിടുന്ന വെല്ലുവിളി എന്നുള്ള സംഭവത്തോടുള്ള പിന്നോക്ക ജാതി ദളിത് വിഭാഗങ്ങളുടെ ഒരു വലിയ റാലിയും, അതോടൊപ്പം ഈ ഭരണപരമായിട്ട് മോദിയുടെ ഭരണം 10 വർഷത്തിനിടയിൽ സമഗ്രമായ അർത്ഥത്തിലോ മൂർത്തമായ അർത്ഥത്തിലോ ഒന്നും ജനങ്ങളുടെ ദുരിതം, സാമ്പത്തിക ദുരിതം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുത്തിട്ടില്ല എന്നുള്ള ബോധ്യം. ഇത് ആ സമയത്തും യോഗിക്ക് ഒരു പോസിറ്റീവ് ഇമേജ് ഉത്തർപ്രദേശിലുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം ഈ ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളൊക്കെ നടത്തി. അതിൽ കൊല്ലപ്പെട്ട പല ആൾക്കാരും വലിയ ക്രിമിനലുകൾ തന്നെ ആയിരുന്നു. അപ്പൊ ആ ഒരു ക്രമസമാധാന പാലനത്തിന്റെ പേരിൽ യോഗി ആദിത്യനാഥിന് ഒരു തരം പോസിറ്റീവ് ഇമേജ് ഉണ്ട് എന്നൊരു കണക്കൂട്ടുണ്ടായിരുന്നു. പക്ഷെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ദിവസങ്ങളിൽ, മാസങ്ങളിൽ ഒക്കെ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കേൾക്കുന്ന വികാരം യോഗിയുടെ ഭരണത്തിന്റെ പരാജയങ്ങളെക്കുറിച്ച്, അത് എങ്ങനെ മോദിയുടെ സർക്കാരിനെ പോലെ തന്നെ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതം ഇല്ലായ്മ ചെയ്യാനോ കുറയ്ക്കാനോ പര്യാപ്തമായ നടപടികൾ എടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ സംഘപരിവാറിന്റെ പല യോഗങ്ങളും നടക്കുകയും മോഹൻ ഭാഗവത് അടക്കമുള്ള ആൾക്കാർ ഉത്തർപ്രദേശിൽ വരികയും ഉത്തർപ്രദേശിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്യമായ പദ്ധതി, ഹിന്ദുത്വം മാത്രമാണ് നമുക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, അത് 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ആയുധം ഹിന്ദുത്വം ആയിരിക്കും എന്നൊരു തീരുമാനം സംഘപരിവാറിന്റെ അകത്തളങ്ങളിൽ എടുക്കുകയും അതിന്റെ പരിണിത ഫലമായാണ് ഇപ്പൊ ഈ സീരിയൽ സംഭവങ്ങൾ. ഇതിപ്പോ സമ്പലിൽ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് മഥുരയായിരിക്കും അടുത്ത വലിയൊരു ഫ്ലാഷ് പോയിന്റ്. അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉത്തർപ്രദേശിന്റെ എല്ലാ ഭാഗങ്ങളിലും വളർന്നു വരും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കാലത്ത് ഇനി കാശി മധുര ബാക്കി ഹേ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാശി മധുര മാത്രമല്ല, ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ, ഏതൊക്കെ സാധ്യതകളുണ്ടോ അവിടെയൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തി കൊണ്ടുവരിക. അതിനിപ്പോൾ ബാബറിൻ്റെ, ഇതിപ്പോൾ ഈ സമ്പലിലെ ഷാഹി മസ്ജിദിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ബാബറിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തന്നെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിൽ ഒന്നായിട്ട് സൂക്ഷിക്കണം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിന്മേലൊക്കെയാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. പിന്നെ ഇത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാനുള്ളൊരു സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ അതിന് ഇതൊക്കെ ഈ എന്താ പറയുക, കോടതിയിൽ ഹർജി പോകുന്നു, തൊട്ടുപുറകെ സർവേ നടത്താൻ ഉത്തരവിടുന്നു, ഇത്തരം സംഗതികളിലൊക്കെ അതിന് ഊർജം പകരുമായിരിക്കും ചെയ്യുക. അല്ലല്ല, ഇതിൽ കോടതിയുടെ റോള് വളരെ വളരെ ക്വസ്റ്റ്യനബിൾ ആണ്. കോടതിയുടെ റോളിനെ വളരെ നിശിതമായി വിമർശിക്കാതെ പറ്റില്ല. നമ്മള് ഈ അയോധ്യ വിവാദം നടക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു നിയമമുണ്ട്. 47 ഓഗസ്റ്റ് 15 ഈ മതപരമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും അവരുടെ സ്വത്തവകാശത്തെ പറ്റിയും അവരുടെ അസ്തിത്വത്തെ പറ്റിയുള്ള കട്ട് ഓഫ് പോയിന്റ് 47 ഓഗസ്റ്റ് 15 എന്തായിരുന്നു അതായി തുടരുമെന്നുള്ളൊരു നിയമം നിൽക്കുമ്പോഴാണ് കോടതികൾ ഒന്നിനു പിറകെ ഒന്നായി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ, ഇത്തരത്തിലുള്ള പരാതികൾ അത് സ്വീകരിക്കുകയും അത് ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്ട് ചെയ്യേണ്ട പരാതികളാണ് ഇതൊക്കെ. ഇതൊന്നും ഈ 47 ഓഗസ്റ്റ് 15 എന്നുള്ള കട്ട് ഓഫ് പോയിന്റ് വെച്ചിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരൊറ്റ പരാതി നിലനിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ കോടതി ഇതിൽ പ്ലേ ചെയ്യുന്ന റോള് വളരെ ഭീകരമായിട്ടുള്ള ഒരു റോളാണ്, വളരെ നിശ്ചിതമായി വിമർശിക്കപ്പെടേണ്ട ഒരു റോളാണ്. യാതൊരു സംശയമില്ല. ഇപ്പം ഈ കൃത്യമായിട്ട് ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഹിന്ദുത്വയുടെ
പ്രത്യയശാസ്ത്രത്തിനും ഹിന്ദുത്വയുടെ അധീശത്വത്തിനും കീഴ്പ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ 2014 മുതൽ കാണുന്നുണ്ട്. അതിൽ ഘട്ടം ഘട്ടമായി വീണുകൊണ്ടിരിക്കുന്ന, വളരെ പ്രകടമായി വീണുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ജുഡീഷ്യറി. അന്ന് ഈ തരത്തിലുള്ള ഇടപെടലുകൾ എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നെന്ന് പറഞ്ഞിട്ട് പ്രതിഷേധവുമായി പുറത്തു വന്ന ജഡ്ജിമാർ തന്നെ പിന്നീട് ഈ കീഴടങ്ങലിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് രഞ്ജൻ ഗൊഗോയിലാണ് ആദ്യം ആരംഭിച്ചത്. പിന്നീട് ഏറ്റവും അവസാനം ഇപ്പോ ദൈവത്തിൽ നിന്ന് കൽപ്പന വാങ്ങിയിട്ട് വിധി എഴുതി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ തന്റെ വീട്ടിൽ പൂജയ്ക്ക് ക്ഷണിക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസിനെ കൂടെ നമുക്ക് കാണേണ്ടി വന്നു. അല്ല, അത് പറയുമ്പോൾ ഈ 1991 നിയമം 1947 ഓഗസ്റ്റ് 15 ഏത് വിധത്തിലായിരുന്നു രാജ്യത്തെ ആരാധനാലയങ്ങൾ ആ സ്റ്റാറ്റസ് കോ ആണ് നിലനിൽക്കുക എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആ നിയമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് രാജ്യത്തെ ഹിന്ദുക്കൾക്ക് അവരുടെ ആരാധനാലയങ്ങളിൽ നിന്ന് അവർ വിശ്വസിക്കുന്ന നിർമ്മിതികൾ അതേക്കുറിച്ചുള്ള സംശയം ഉന്നയിക്കാനും അതിന് നിവാരണം വരുത്താനും അവകാശമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് ബേസിക്കായിട്ട് ആ വിധി പ്രസ്താവമാണല്ലോ നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത തമാശ, ഒരു ബ്ലാക്ക് ഹ്യൂമറിന്റെ, വളരെ വൃത്തികെട്ട ഒരു ബ്ലാക്ക് ഹ്യൂമറിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ആ വിധി പ്രസ്താവം നിലനിൽക്കുന്നത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇതിന് മുഴുവൻ വഴിമരുന്നിടുകയും ഇതിന് വളരെ ആസൂത്രിതമായിട്ട് മുന്നോട്ട് പോവുകയും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെയും അതിന്റെ അധീശത്വത്തിനും കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുകയാണ്. പക്ഷെ ഇതിലിപ്പോ സമ്പൽ പോലുള്ള സ്ഥലത്ത് ഇപ്പൊ വാരണാസിയില് മുസ്ലിങ്ങൾ സംയമനം പാലിച്ചത് കൊണ്ട് അവിടെ വലിയ രക്തച്ചൊരിച്ചിൽ ഉണ്ടായില്ല. പക്ഷേ സമ്പൽ പോലുള്ള സ്ഥലത്ത് ഇങ്ങനെ ഈ ഏകപക്ഷീയമായിട്ട് കോടതിയും അതുപോലെ തന്നെ ഈ ഭരണനിർവഹണ വിഭാഗവും ജില്ലാ ഭരണകൂടവും ഇങ്ങനെ ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു വളരെ വെഹമന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിപ്പോ 4-5 ചെറുപ്പക്കാരുടെ ജീവൻ അപഹരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ വലിയ സംഘർഷാവസ്ഥയാണ് നിൽക്കുന്നതെന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. തീർച്ചയായും ഇതൊരു ഓൾറൗണ്ട് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലാപ്സിന്റെ, അതിൽ തന്നെ ജുഡീഷ്യറി നടത്തുന്ന പൗൾ പ്ലേയുടെ, അതിന് മറ്റൊരു വാക്ക് ഇതിന് പറയാനില്ല, പൗൾ പ്ലേയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നു. ഇത് നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ പറ്റി തന്നെ വലിയ സംശയങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം 2024 തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ തട്ട് കിട്ടി, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല BJPക്ക്. അതുകൊണ്ട് BJPയുടെ ഈ ഹിന്ദുത്വ അജണ്ടയ്ക്ക് ഒരു ചെറിയ സെറ്റ് ബാക്ക് ഉണ്ടാവും എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ തെറ്റാണെന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കുറിച്ച് അതിപ്പോൾ താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ വാരണാസിയിൽ ഈ തർക്കം കോടതി വഴി സർവേയും വളരെ പെട്ടെന്നുള്ള നടപടികളും അവസാനം അതിൻ്റെ നിലവറയിൽ ഒരു വിഗ്രഹം സ്ഥാപിക്കലും ഒക്കെ നടന്നപ്പോഴും വളരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രതികരണം മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അവർ നിയമത്തിൻ്റെ വഴിയിൽ തന്നെ സഞ്ചരിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ സമ്പലിൽ അങ്ങനെയല്ല നമ്മൾ കണ്ടത്. കുറച്ചുകൂടെ റിയാക്ഷൻ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. സ്വാഭാവികമാണ് അവരുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ ഉണ്ടാവുക. കാരണം വെച്ചാൽ ദീർഘകാലമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അവർ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നൊരു ദേവാലയത്തിൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ അവരുടെ പ്രതികരണം സ്വാഭാവികമാണ്. പക്ഷേ അത് സമ്പലിൽ കുറച്ചുകൂടെ വളരെ പെട്ടെന്ന് ആ റിയാക്ഷനിലേക്ക് സമ്പൽ പോയി. ഞാൻ ചോദിക്കുന്നത്, സമ്പൽ എന്നുള്ളത് വളരെ വളരെ സൂക്ഷ്മമായി ചൂസ് ചെയ്തെടുത്തതാണോ ഹിന്ദുത്വ ശക്തികൾ? ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പാകത്തിൽ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി സൂക്ഷ്മമായി എടുത്തതാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ യാദവ് മുസ്ലിം ഡിവൈഡൊക്കെ ഉണ്ടാക്കാൻ പാകത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമോ അവർക്ക്? അത് നോക്കണം. ബേസിക്കായിട്ട് എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. തീർച്ചയായും സംഘപരിവാറിന്റെ കാര്യത്തില് ഇപ്പൊ അയോധ്യയുടെ കാര്യം മുതൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ ദശാബ്ദങ്ങളുടെ പ്ലാനിങ്ങിന് ശേഷമാണ് അയോധ്യയിൽ അവർ സ്ട്രൈക്ക് ചെയ്തത്. ഇപ്പം അയോധ്യയിൽ സ്ട്രൈക്ക് ചെയ്തു. ഇപ്പൊ കോടതി ഒരു പ്ലെയറായി മാറിക്കഴിയുന്ന സ്ഥിതിക്ക് ഇപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. സമ്പൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. സമ്പലില് മുസ്ലിം സമുദായം വളരെ ഡോമിനന്റ് ആണ്. എത്രയോ കാലമായിട്ട് അവിടെ നിയന്ത്രണമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി വലിയ സ്വാധീനമുള്ള ബർക്ക് ഫാമിലി, ഇപ്പോഴത്തെ MP-യുടെ അച്ഛനായിരുന്നു ഇതിനു മുമ്പത്തെ 2 തവണ MP. അദ്ദേഹം സമാജ്വാദി പാർട്ടിയിലും ബഹുജൻ സമാജ് പാർട്ടിയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഫാമിലിയുടെ വലിയ രീതിയിലുള്ള സ്വാധീനം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ എല്ലാ ഫാക്ടേഴ്സും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, വളരെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു മുസ്ലിം സമുദായമുള്ള പ്രദേശമാണ്. അവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫ്ലെയർ അപ്പ് ചെയ്യുന്നൊക്കെയുള്ള കാൽക്കുലേഷൻ ഒരുപക്ഷെ ഉത്തർപ്രദേശ് രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ആർക്കും എടുക്കാവുന്നതേ ഉള്ളൂ, ആർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ. തീർച്ചയായും സമ്പല്
ഹാൻഡ് പിക്ക് ചെയ്ത സ്ഥലമാണ്. പക്ഷെ ഞാൻ പറയുന്നത് സമ്പലിലും മധുരയിലും മാത്രമായിട്ട് ഇത് നിൽക്കില്ല. ഇപ്പൊ കാശി ഒരു 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 അഡ്വാൻറ്റേജ് പൊസിഷനിലേക്ക് ഹിന്ദുത്വ ഫോഴ്സസ് എത്തിക്കഴിഞ്ഞു. പക്ഷെ ഇത് അവിടെ മാത്രം നിൽക്കില്ല. ഇത് ഉത്തർപ്രദേശിൽ അങ്ങോളം ഇങ്ങോളം, ചിലപ്പോൾ ബീഹാറിലേക്കും കൂടെ കടന്നിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി മാറാം. ഈ പറഞ്ഞ യാദവ് മുസ്ലിം ഡിവൈഡ് എത്രമാത്രം പ്രാവർത്തികമാവും, പ്രത്യേകിച്ചും സമ്പലിന്റെ കാര്യത്തിൽ വെച്ചാൽ ഈ രണ്ട് കമ്മ്യൂണിറ്റികളും എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഒന്നിച്ച് അവിടെ സഹവർത്തിത്വത്തിൽ കഴിഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആണ്. അവിടെ ഒരു ഇൻറോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഹിന്ദുത്വ ശക്തികൾക്ക് ഇത്രയും സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കോണ്ടെക്സ്റ്റിൽ ഇതിനെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റാൻ ഹിന്ദുത്വ ശക്തികൾ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫ്ലെയർ അപ്പിലേക്ക് എത്തുന്ന തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയത് കോടതിയും ജില്ലാ ഭരണകൂടം തന്നെയാണ്. അതിന്റെ പിന്നിലുള്ള പ്ലാനിങ്, പൊളിറ്റിക്കൽ പ്ലാനിങ് തീർച്ചയായിട്ടും എത്രയോ കാലത്തെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് വന്നത് തന്നെയായിരിക്കും എന്നത് എക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ കാംജാരിയ എന്ന് പറയുന്നത് ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കാശി മദ്രയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇനി അങ്ങോട്ട് ഇത് തന്നെയാണ് എന്നുള്ളൊരു അതിൻ്റെ കൂടെ ലക്ഷണമായിട്ട് നമ്മൾ ആ പ്രയോഗത്തെ കാണേണ്ടിയിരിക്കുന്നു ഈ പുതിയ സാഹചര്യത്തിൽ. തീർച്ചയായിട്ടും അതിപ്പം എന്നോട് രാമേന്ദ്ര പരമഹംസ് 1993 പറഞ്ഞതാണ് ആ കാംജാരിഹ. ആദ്യമായിട്ട് സമാജ്വാദി ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് മുമ്പിൽ BJPക്ക് പരാജയം സംഭവിച്ചപ്പോൾ പറഞ്ഞ വാചകമാണ് കാംജാരിഹ. ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, ചെറിയ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് ഒക്കെ. ആ സമയത്തൊക്കെ ഞങ്ങളുടെ പണി തുടരുകയാണ്. ഇപ്പൊ ഈ പണി തുടരുന്നതിന്റെ ഒരു പുതിയ രൂപമാണ് ഇപ്പൊ കാണുന്നത്. ഇതിൽ ഞാൻ പറയുന്നു, ഇതില് എന്റെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ, ഏതാണ്ട് 4 പതിറ്റാണ്ടായി പണിയെടുക്കുന്ന ഒരാളെന്ന നിലയിൽ, കോടതി ഇതിൽ കാണിക്കുന്ന ഫൗൾ പ്ലേ അത് ഹിന്ദുത്വയുടെ പുതിയ ഒരു ആയുധമാണ്. ഈ ആയുധത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യയിലുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യില്ല. പ്രത്യേകിച്ച് അത് ഈവൻ നിരീക്ഷകരുടെ നിലയിൽ ഇപ്പൊ നമുക്കിത് പറയാമെന്നല്ലാതെ ഇതിനെ എങ്ങനെ ഈ തരത്തിലുള്ള ഒരു ജുഡീഷ്യറി ഒരു ചട്ടുകമായി മാറുന്നതിനെ എങ്ങനെ നമുക്ക് അതിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റും, എങ്ങനെ അതിനെ നിയന്ത്രിക്കാൻ പറ്റും, എങ്ങനെ നിർത്താൻ പറ്റും എന്നുള്ള ചോദ്യം വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരവില്ല. റൈറ്റ്, അതാണ് ഉത്തർപ്രദേശിലെ സംഭലിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം ഉണ്ടാവും, അതെങ്ങനെയൊക്കെ വികസിക്കാൻ പോകുന്നു എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധ്യമല്ല. പക്ഷേ അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ജുഡീഷ്യറിയുടെ ഇക്കാര്യത്തിലെ ഇടപെടലാണ്. ഒരു ഹർജി കൊണ്ടേ കൊടുക്കുന്നു, ആ ഹർജി സ്വീകരിച്ചതിൻ്റെ തൊട്ടുപുറകെ സർവേക്ക് ഉത്തരവിടുന്നു. അതിൽ കക്ഷികളായ ആരെയും കേൾക്കണം എന്ന് ജുഡീഷ്യറിക്ക് തോന്നുന്നില്ല. സർവേക്ക് ഉത്തരവിട്ടതിൻ്റെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടികളിലേക്ക് പോകുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണോ ഗ്യാൻവാപ്പിയിൽ നടന്നത് അതിൻ്റെ ഒരു ആവർത്തനം കുറെ കൂടെ വേഗത്തിൽ സംഭലിൽ നടക്കുന്നു. അതിൻ്റെ പൊളിറ്റിക്കൽ മൈലേജ് എടുക്കാൻ പാകത്തിൽ ഇപ്പുറത്ത് ഹിന്ദുത്വ ശക്തികൾ അതിനെ ഉപയോഗിക്കാനും ശ്രമിക്കുന്നു. എങ്ങനെയാണ് സംഭലിൽ തുടർന്ന് സംഗതികൾ ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പ് ഏത് വിധത്തിലായിരിക്കും, ഇതൊക്കെ നമ്മൾ കാണാൻ കാത്തിരിക്കുന്നതേ ഉള്ളൂ. ഹിന്ദുത്വ ശക്തികൾ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ളൊരു ഡിവിഷൻ ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.